പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. പാകിസ്ഥാൻ വലിയ നാടകീയതകൾ കൊടുക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. പക്ഷേ അതിലും വലിയ നാടകീയതയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിനാനന്തരം പാകിസ്ഥാൻ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാ കാലത്തും പല പാർട്ടികൾ മാറി മാറി ഭരിക്കുമ്പോഴും അവിടെ ആർമിയാണ്, സൈന്യമാണ് ഏറ്റവും വലിയ സർവാധിപതി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തവണ ഇമ്രാൻഖാൻ എൻ്റെ പാർട്ടിയെ പൂർണ്ണമായി, ഇമ്രാൻഖാൻ ഉൾപ്പെടെ ആ പാർട്ടിയെ, പാകിസ്ഥാൻ തഹരീക്ക് ഇൻസാഫ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം ജയിലിൽ അടച്ചിട്ടുണ്ട്. അവരുടെ ഔദ്യോഗിക ചിഹ്നമായ ബാറ്റിനുള്ള അനുമതിയും നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും അവരുടെ നേതാക്കളെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വലിയ അപ്രതീക്ഷിതമായ ഒരു നേട്ടം ഇമ്രാൻഖാൻ്റെ പാർട്ടിയിൽ നേതാക്കൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ അവരേറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്ന നിലക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ രാഷ്ട്രീയം ഇനി എങ്ങോട്ട് എന്നുള്ളതാണ് നമ്മൾ രണ്ടാമതായി സംസാരിക്കുന്നത്. ദാവൂദ് സാഹിബ്, എന്താണ് ഈ തെരഞ്ഞെടുപ്പാനന്തരം എന്തായിരിക്കും പാകിസ്ഥാനിൽ ഉണ്ടാവുക? ഒന്ന് സൈഫ് പറഞ്ഞതിലുള്ള എൻ്റെ ഒരു വിയോജിപ്പ്, ഈ അപ്രതീക്ഷിതമായ മുന്നേറ്റമാണ് ഇമ്രാൻഖാൻ്റെ ടീം ഉണ്ടാക്കിയത് ഞാൻ വിചാരിക്കുന്നത്. അപ്രതീക്ഷിതമല്ല. പാകിസ്ഥാൻ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക്, പാകിസ്ഥാൻ ഡെവലപ്മെൻറ്റ്സ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് അത് അപ്രതീക്ഷിതമായിട്ട് തോന്നുകയില്ല. കാരണം ഇമ്രാൻഖാൻ അത്രയും വലിയ ജനസ്വാധീനം അവിടെ ഉണ്ട്. ആ ജനസ്വാധീനം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ആർമി പൂട്ടിയത്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇപ്പം ഒരാളൊരു ജെന്യുവൻ ലീഡറായിട്ട് വളരുന്നു എന്ന് കണ്ടപ്പോഴാണ് ആർമി പട്ടാളം ഇടപെട്ട് അദ്ദേഹത്തിന് മേൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക്, അറസ്റ്റിലേക്ക്, തുടർന്ന് കേസുകളുടെ കൂമ്പാരം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ ചില ഈ ആക്ടിവിസ്റ്റുകൾ, മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ ഏതെങ്കിലും ഒരു കേസിൽ പിടിച്ച് ജയിലിട്ടതിന് ശേഷം ഉണ്ടല്ലോ പടപടപടാ കേസുകൾ. ഇതേപോലെ എനിക്ക് ഡസൻ കണക്കിന് കേസുകളാണ് അങ്ങേർക്കെതിരെ ഇടുന്നു, അങ്ങേരുടെ ഭാര്യയ്ക്കെതിരെ ഇടുന്നു, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരെ ഇടുന്നു, എല്ലാവരെയും പിടിച്ച് ജയിലിലിടുന്നു. ഒരു ദിവസം 48 കേസിൽ അപ്പിയർ ചെയ്യേണ്ടി വരുന്ന സംഭവം വരെ ഈ ഇദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറേ കാരണം വെച്ചാൽ പാകിസ്ഥാൻ ഉണ്ടായെച്ചാൽ നമ്മുടെ രാജ്യം ഉണ്ടായ അന്ന് തന്നെയാണല്ലോ ഉണ്ടായത്. അന്ന് മുതലുള്ളൊരു അനുഭവം ജനങ്ങളെ മടുപ്പിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക സൈഫു, ഒരൊറ്റ പ്രധാനമന്ത്രിയും, തിരഞ്ഞെടുക്കപ്പെട്ട ഒരൊറ്റ പ്രധാനമന്ത്രിയും 5 വർഷം തികച്ചിട്ടില്ല. അത് പാകിസ്ഥാൻ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടാണ്. ഒന്നുകിൽ അട്ടിമറിക്കപ്പെടുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക. ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ, അദ്ദേഹം പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയല്ല, എനിക്ക് രണ്ടാമത്തെ വർഷം തന്നെ അദ്ദേഹം കൊല്ലപ്പെടുന്നുണ്ട്. മര്യാദക്കൊരു ഇലക്ഷൻ നടന്നത് 1970-ലാണ്. മര്യാദക്കൊരു ഇലക്ഷൻ നടന്നത്. അന്ന് ഭൂരിപക്ഷം കിട്ടിയത് ഷെയ്ഖ് മുജീബ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഇന്ന് നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലേ, ഈസ്റ്റ് പാകിസ്ഥാനിലുണ്ടായത് മുജീബ് റഹ്മാൻ്റെ പാർട്ടിക്കാണ്. അവാമി ലീഗ് എന്നല്ലേ പുള്ളിയുടെ പാർട്ടി. അങ്ങേർക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നത്. എന്താ സംഭവിച്ചത്? അങ്ങനെ പ്രധാനമന്ത്രിയാക്കാൻ സമ്മതിച്ചില്ല. ഭൂട്ടോ വന്നിട്ട് ഭരണം പിടിക്കുന്നു. പിന്നെ എന്താ സംഭവിച്ചത്? ഇത് അതിഭയങ്കരമായി ജനാഭിലാഷത്തെ പച്ചക്ക് കളയാണല്ലോ. അപ്പോൾ പുള്ളി വിഘടനവാദം ഉന്നയിച്ചു. ബംഗ്ലാദേശ് സോണാർ ബംഗ്ല മുദ്രാവാക്യം ഉയർത്തുന്നു. വളരെ സ്മാർട്ടായിട്ട് ഇന്ദിരാഗാന്ധി ഇടപെടുന്നു. പാകിസ്ഥാൻ 2 പീസാവുന്നു. എന്നാലോചിച്ചു, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് എന്താണ് ഒരു നിങ്ങൾ സ്പോർട്സ് വാർത്തയെ പറയുന്ന വാക്കുണ്ടല്ലോ, എന്ത് വിജയമാണ്? ആധികാരിക വിജയം ഉണ്ടായ ആദ്യത്തെ യുദ്ധം എന്ന് പറയാവുന്ന യുദ്ധമാണത്. അന്നത്തെ ഇന്ത്യയുടെ ആധികാരിക വിജയം എന്താണ്? ഇന്ത്യയുടെ ടാർഗറ്റ് എന്തായിരുന്നു? പാകിസ്ഥാനെ 2 പീസാക്കുന്നു, ഒരു പുതിയ രാജ്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ പോപ്പുലാരിറ്റി ഇന്ത്യയിൽ വർദ്ധിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് സാധിച്ചതെന്ന് വെച്ചാൽ ഷെയ്ഖ് മുജീബ് റഹ്മാൻ എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഈസ്റ്റ് പാകിസ്ഥാനിൽ 167 സീറ്റിലെ 166 സീറ്റിലും വിജയിക്കുകയാണ്. എന്നിട്ടാണ് അങ്ങനെ ഭരിക്കാൻ സമ്മതിക്കാത്തത്. ജനാഭിലാഷത്തിനെതിരെ നിന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഇതാണ്. അപ്പോൾ അതിനുശേഷവും നമുക്കറിയാം പാകിസ്ഥാനിൽ നിരന്തരമായി സൈനിക അട്ടിമറികൾ, ഇൻസ്റ്റബിലിറ്റി, അസ്ഥിരത എന്ന് പറയുന്നത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് രാഷ്ട്രീയത്തിൽ യാതൊരു മുൻപരിചയമില്ലാത്ത ഒരു മനുഷ്യൻ ഇമ്രാൻഖാൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി വളരെ പെട്ടെന്ന്, എത്ര പെട്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം മത്സരിക്കുന്ന ആരോടൊക്കെയാണ്? മുസ്ലിം ലീഗ്. പാകിസ്ഥാൻ രൂപീകരണത്തിന് ഇന്ത്യയിലെ കോൺഗ്രസ് പോലെയാണ് പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ്. PPP അവിടുത്തെ ഏറ്റവും പോപ്പുലർ പാർട്ടിയാണ്. ഇവരോടൊക്കെ മത്സരിച്ചിട്ടാണ് ഈ രാഷ്ട്രീയത്തിൽ ശിശുവായിട്ടുള്ള
അദ്ദേഹം 70 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ ശിശുവായിട്ടുള്ള ഇമ്രാൻഖാൻ ആധികാരികമായ വിജയം നേടുന്നത്. എന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയായതിനു ശേഷം അദ്ദേഹം ധാരാളം സംസാരിക്കാറുണ്ട് യൂണിവേഴ്സിറ്റികളിൽ. കൂടുതൽ യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് കുട്ടികളോട് സംസാരിക്കുക. വളരെ തുറന്നു തന്നെ അദ്ദേഹം പറയും. പാകിസ്ഥാൻ്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം വളരെ പ്രസിദ്ധമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ്, ആണവായുധമുള്ള പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന രാജ്യം എന്ന് പാകിസ്ഥാനെക്കുറിച്ച് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുകയാണ് പുള്ളി പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അവസ്ഥ അതാണ്. ഒരു അണുവായുധം ന്യൂക്ലിയർ പവറാണ്, പക്ഷേ 5 പൈസയില്ല. പിച്ചച്ചട്ടിയുമായി നിൽക്കുന്ന ന്യൂക്ലിയർ പവർ എന്ന് പാകിസ്ഥാനെക്കുറിച്ച് പറഞ്ഞത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുള്ള ഇമ്രാൻഖാനാണ്. ആ നിലക്ക് സത്യസന്ധമായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കക്ഷി വല്ലതും ചെയ്യും, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കും, അഴിമതിക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തുന്നു, പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അതിനകത്ത് ഒരുപാട് പരിഷ്കരണം നടത്തുന്നു. ഇമ്രാൻഖാൻ്റെ മുന്നേറ്റത്തെ നമുക്ക് ഇന്ത്യയിൽ കമ്പയർ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ആം ആദ്മി ഒരു നന്ന ചുരുങ്ങിയ ഡൽഹിയിലെങ്കിലും ഉണ്ടാക്കിയൊരു മുന്നേറ്റം ഉണ്ടല്ലോ, ആ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. കാരണം മടുത്ത മനുഷ്യർ, ഈ കണ്ട രാഷ്ട്രീയ കളികൾ മടുത്ത മനുഷ്യർ, അവരാണ് യഥാർത്ഥത്തിൽ ഇമ്രാൻഖാനെ പിന്തുണക്കുന്നത്. പക്ഷെ പുള്ളിയും ഭരിക്കാൻ സമ്മതിച്ചില്ല, ഇറക്കി വിടുന്നു, ജയിലിടുന്നു. പക്ഷേ എന്നിട്ട് അദ്ദേഹത്തെ പൂട്ടാൻ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ പൂട്ടാൻ, പാർട്ടിയുടെ ഏതാണ്ടല്ല ഫസ്റ്റ് ലെയർ ലീഡർഷിപ്പും സെക്കൻഡ് ലെയർ ലീഡർഷിപ്പും മുഴുവൻ അകത്തായി. എന്നിട്ട് അവരെന്തായിട്ടാണ് മത്സരിക്കുന്നത്? പാർട്ടി ബാനറിലല്ല മത്സരിക്കുന്നത്, സ്വതന്ത്രരായി മത്സരിക്കുന്നു, സ്വന്തമായ ചിഹ്നമില്ല. എന്നിട്ടും ഒരു ബ്ലോക്ക് എന്നുള്ള നിലയ്ക്ക് അവർ ഏറ്റവും വലിയ ബ്ലോക്കായി മാറുകയാണ്. ഇപ്പം വരുമ്പോൾ എനിക്ക് 96 സീറ്റിലാണ് അവർ മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിലെ നിയമപ്രകാരം സ്വതന്ത്രർക്ക് 72 മണിക്കൂറിനുള്ളിൽ ഒരു പാർട്ടിയുടെ ഭാഗമാകാം എന്നുണ്ടത്രേ. അപ്പോൾ ആ ഒരു ഇത് ഉപയോഗിച്ച് അവർ പാർട്ടി ബാനർ ഉയർത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ കാണുന്ന വാർത്ത. അങ്ങനെ അവർ ബ്ലോക്ക് ആവുകയാണെങ്കിൽ അവരെയാണ് യഥാർത്ഥത്തിൽ സർക്കാർ ഫോം ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത്. അങ്ങനെ വിളിക്കുമോ, അതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും അട്ടിമറികൾ നടക്കുമോ എന്നറിയില്ല. പാകിസ്ഥാനാണ് എന്തും സംഭവിക്കാം. ജിംസ, ജനാഭിലാഷം ഇമ്രാനൊപ്പമാണ്, ഏറ്റവും കൂടുതൽ വലിയ ഒറ്റകക്ഷിയായിട്ടുമുണ്ട്. സർക്കാർ ഉപകരിക്കാൻ കഴിയുമോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ദുര്യോഗം. അങ്ങനെ കാരണം അത് ആർമി തീരുമാനിക്കും, മിലിറ്ററി തീരുമാനിക്കും ആര് ഭരിക്കണം എന്നുള്ളത്. അത് ഇത്ര നാളത്തെ പാകിസ്ഥാൻ്റെ ചരിത്രം ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ അറിയാമല്ലോ. അവിടെ മിലിറ്ററിയാണ് ഭരിക്കുന്നത്. പഞ്ചാബ് ആണ് പാകിസ്ഥാനാണ് പഞ്ചാബ് എന്ന് പറയാറുണ്ട്. ഈ പഞ്ചാബിൽ നിന്നുള്ളവരാണ് മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകൾ. പഞ്ചാബ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബ്. ഈ സിന്ധ് എന്ന് പറഞ്ഞ വേറൊരു പ്രൊവിഷ്യ ഉണ്ട്. അവിടെയാണ് ഈ പറയുന്ന ഒളിഗാർക്സ് എന്നൊക്കെ പറയാവുന്ന ഈ ഭൂട്ടോ ഫാമിലിയൊക്കെ അവിടെ നിന്നാണ് ഉള്ളവർ. അപ്പോൾ ഈ പാകിസ്ഥാനും ഇന്ത്യ തമ്മിലൊരു പ്രധാന വ്യത്യാസം, ഈ സ്വാതന്ത്ര്യം കിട്ടി പാകിസ്ഥാനിൻ്റെ പിറവി തന്നെ ഒരു പ്രശ്നമാണല്ലോ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ദേശീയത, നാഷണാലിറ്റി എന്ന് പറഞ്ഞ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് ആക്ച്വലി. അതിൻ്റെ രാജ്യത്തിൻ്റെ അതിർത്തിയോ അല്ലെങ്കിൽ നമ്മൾ മാപ്പിൽ വരച്ചിട്ടോ അല്ല ദേശീയത ഉണ്ടാകും. ദേശീയത എന്ന് പറഞ്ഞൊരു സെൻറ്റിമെൻറ്റ്സ് ആണ്. നാം ഇന്ത്യക്കാർ എന്ന് പറയുന്ന ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടല്ലോ. പാകിസ്ഥാൻ്റെ അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കൃത്രിമം എന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഒരു രാജ്യം വേണം. കാരണം അവിഭക്ത ഇന്ത്യയിൽ തുടർന്നു കഴിഞ്ഞാൽ ഇസ്ലാം അപകടത്തിലാണ്, മുസ്ലിങ്ങൾ അപകടത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ രാജ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ അവരെ ഒന്നിച്ച് നിർത്തേണ്ട സെൻറ്റിമെൻറ്റ്സ് എന്തായിരിക്കണം? ഇസ്ലാമായിരിക്കണം. ആ ഇസ്ലാമിനോട് അവരൊരുമിച്ച് നിർത്താൻ കഴിയും? ഇല്ലല്ലോ, ഒട്ടും ഉണ്ടായിട്ടില്ല. കാരണം അവിടെ ഒന്ന് ഷിയ സുന്നി പ്രശ്നങ്ങളുണ്ട്, ഈ ഈസ്റ്റ് പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവരെ ഒന്നും ഒരുമിച്ച് നിർത്തിയിട്ടില്ല. അവർക്കൊരു നല്ല ഭരണഘടന ഉണ്ടായിരുന്നില്ല, തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ടായിരുന്നില്ല, പിന്നെ സൈന്യത്തിൻ്റെ ഇടപെടൽ. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു തുടക്കത്തിൽ പിറവിയിലേ പരാജയപ്പെട്ട ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിൻ്റെ കൂടെ ഈ പറയുന്ന ഭീകരവാദം, ടെററിസം, മറ്റു തരത്തിലുള്ള തീവ്രവാദ പ്രവണതകൾ, അതിലുപരി ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഘട്ടം ഘട്ടമായിട്ടൊരു വളർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈസൻസ് രാജ് കടന്ന് പിന്നെ നമ്മൾ ലിബറലൈസേഷനിലേക്ക് പോയി ഇന്ത്യയിൽ ഒരു വലിയ മധ്യവർഗം ഉണ്ടായി വന്നു. പാകിസ്ഥാനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. പാകിസ്ഥാനിലുള്ളത് ഇപ്പോൾ ഭൂട്ടോ ഫാമിലിക്ക് മാത്രം 60,000 ഏക്കർ ഭൂമിയുണ്ടെന്ന് പറഞ്ഞത് സിന്ധിൽ. 60,000 ഏക്കർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 2-3 പഞ്ചായത്ത് തന്നെ അവരുടെ കീഴിലാണ്. അത്രയും കൃഷിഭൂമി അവരുടെ കയ്യിലുണ്ട്. അവിടെ ഭൂപരിഷ്കരണം നടന്നിട്ടില്ല. പിന്നെയുള്ളത് ഈ പറയുന്ന ഈ നോർത്ത് വെസ്റ്റേൺ ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് പറയുന്ന ഈ അഫ്ഗാനിസ്ഥാൻ്റെയൊക്കെ ആ ഭാഗത്ത് വരുന്ന അതിർത്തി പ്രവിശ്യ, എന്തായാലും ഒരു ഖൈബർ പഖ്തൂൺഖ്വ, ആ ഏരിയയിൽ നിന്നുള്ള ട്രൈബ്സാണ്, ആദിവാസികളാണ്. പാകിസ്ഥാൻ്റെ ഒരു എക്കണോമി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തീരെ നിരക്ഷരരും നിർധനരുമായ കുറേ പാവപ്പെട്ട ആളുകൾ, വലിയ ഒളിഗാർക്സ് എന്ന് പറയുന്ന ഫ്യൂഡൽ ജന്മിമാർ കുറേ അധികം. ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ വളരെ വളരെ കുറവാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മിഡിൽ ക്ലാസ് ഉണ്ടായപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? കോൺഗ്രസിൻ്റെ അപ്രമാദിത്വം അവസാനിക്കുകയാണ് ഇത്. മിഡിൽ ക്ലാസ് വന്നുകൂടി കോൺഗ്രസ്സിന് വേര് പോയി. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരായിരുന്നു.
ഭരിക്കുന്നതോ കോൺഗ്രസ്സുകാരായ എലീറ്റ് ക്ലാസ്സുമായിരുന്നു. പാകിസ്ഥാനിലെന്ന് വെച്ചാൽ ആ എലീറ്റ് ക്ലാസ്സും ഉണ്ട്, പാവപ്പെട്ടവരുണ്ട്. അവിടെ ഒരു മധ്യവർഗം ഉണ്ടായിട്ടില്ല. ഈ ഉണ്ടായി വന്ന, അതായത് ആഗോളവൽക്കരണത്തിനൊക്കെ ശേഷം പാകിസ്ഥാനിൽ ഉണ്ടായി വന്ന നാമമാത്രമായ മധ്യവർഗത്തിലാണ് ഈ പറയുന്ന ഇമ്രാൻഖാൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. ആം ആദ്മി പാർട്ടി സ്വഭാവത്തിൽ അദ്ദേഹം ഈ മധ്യവർഗത്തിൻ്റെ വോട്ടുകളാണ്. അതോടൊപ്പം തന്നെ ഈ ട്രൈബ്സ്, കുറേ കൂടി റിലീജിയസ് ആയിട്ടുള്ള ആളുകളും ട്രൈബ്സും ആയിട്ടുള്ള ആളുകളെ കൂടി ഇമ്രാൻഖാൻ കൂടെ നിർത്തി. അങ്ങനെയാണ് അദ്ദേഹം ഏറ്റവും സ്വാധീനമുള്ളൊരു ജനനേതാവായി മാറുന്നത്. പക്ഷേ എന്ത് ജനസ്വാധീനം ഉണ്ടായാലും അവിടെ ആർമി വിചാരിക്കും ആര് ഭരിക്കണം. അത് കാരണം പാകിസ്ഥാൻ ഇതുവരെയുള്ള ചരിത്രം അത് തന്നെയാണ്. ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ ഇന്ത്യക്ക് ഏറ്റവും നല്ല പാഠപുസ്തകം, ടെക്സ്റ്റ് ബുക്കാണ് പാകിസ്ഥാൻ. എങ്ങനെ ഇന്ത്യ ആവരുത് എന്ന് പാകിസ്ഥാനിലേക്ക് നോക്കിയിട്ട് ഇന്ത്യക്കാർ പഠിക്കുകയാണ് വേണ്ടത്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ചില പ്രവണതകൾ ഇന്ത്യയിൽ വരുവാണ്. ഇന്ത്യ മറ്റൊരു പാകിസ്ഥാൻ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പല കാരണങ്ങളാൽ ആ ടെൻഡൻസി ഉണ്ട്. അത് ഇന്ത്യക്ക് ഏറ്റവും നല്ല റിമൈൻഡറായിട്ടാണ് നമ്മുടെ അയൽക്കാരൻ, ശത്രുവായ അയൽക്കാരൻ അടുത്ത് നിൽക്കുന്നത്. ഇന്ത്യക്കാർക്ക് അത് കണ്ടുപഠിക്കേണ്ട പാടാണ്. ശരി.